ഹലോ ഗൈസ്, ഇപ്പോൾ ഇവിടേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, എല്ലാം ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. സോ ഇന്നലെ രാത്രി നമ്മൾ മലേഷ്യയിൽ തിരിച്ചെത്തിയിട്ടുണ്ടായി. സോ നമ്മളങ്ങനെ സിംഗപ്പൂരിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കാണിച്ചാൽ. സോ ഗൈസ്, നമ്മൾ അനിയന്മാർക്ക് മേടിക്കാൻ വേണ്ടി ഹോട്ട് വീൽസിൻ്റെ ബൈ 3 get 4th ഫ്രീ ആണ്. സോ നമ്മൾ അതിങ്ങനെ മേടിക്കാൻ വന്നേക്കാണ്. സോ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 2-3 പൊക്കാന്ന് വിചാരിച്ച് വന്നിരിക്കുകയാണ്. സോ അങ്ങനെ പൊക്കിയ ശേഷം നമ്മളത് ഫുഡ് കോർട്ടിൽ വന്നിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി, ലഞ്ച്. സോ ഇത് സിംഗപ്പൂർ സ്പെഷ്യൽ ചിക്കൻ റൈസ് ആണ് കേട്ടോ. പൊടി സംഭവമാണ്. പിന്നെ ഞാൻ മിക്സഡ് റൈസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വില കുറവിൽ കിട്ടുന്ന പല പല കറികളൊക്കെ മിക്സ് ചെയ്ത് മേടിക്കാൻ പറ്റുന്നതാണ് ഞാൻ മേടിച്ചത്. നമ്മളിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. സോ നമ്മളങ്ങനെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. സോ ഇവിടെ അടിപൊളിയായിട്ട് ഡിസൈനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, കാണിച്ചത് കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഗേറ്റിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. സോ നമ്മുടെ പാസ്പോർട്ടും ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയത് നമ്മളങ്ങനെ ഫ്ലൈറ്റ് കയറുകൊണ്ട് ഇരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഫ്ലൈറ്റ് കയറി കഴിഞ്ഞു. നമ്മൾ വന്ന പോലെ തന്നെ സെയിം എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് അങ്ങനെ വിൻഡോ സീറ്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. സോ ഗൈസ്, നമ്മുടെ ഫ്രണ്ടിൽ ടി.വിയിൽ സിംഗപ്പൂർ ടു കൊച്ചി എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എയർപോർട്ട്സും പിന്നെ നമുക്ക് പുതപ്പും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. 3 hours ടൈം എന്ന് പറഞ്ഞത്, പക്ഷേ നമുക്ക് പണി കിട്ടി ഗൈസ്. നമ്മുടെ ഫ്ലൈറ്റ് അല്ലേ AC-യുടെ എന്തോ കമ്പാർട്ട്മെൻറ്റ് ഇഷ്യൂ ആയിട്ട് നമ്മൾ പോസ്റ്റാണ്. സോ ലയൺ കിങ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആ സമയം കൊണ്ട്. അപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ അവർ ശരിയാക്കാൻ ടൈം എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ മഫിൻ തന്നിരിക്കുകയാണ് നമുക്ക് തൽക്കാലം കഴിക്കാൻ വേണ്ടി ഗൈസ്. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് നല്ലോണം ഡിലേ ആയി. ഫ്ലൈറ്റിൽ AC വർക്കിംഗ് അല്ലാത്തതുകൊണ്ട് അവർ ശരിയാക്കി നോക്കിയിട്ട് ശരിയായില്ല. സോ നമ്മളങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ ഫ്ലൈറ്റ് 12:15 8:20 പോകേണ്ട ഫ്ലൈറ്റ് ഇനിയിപ്പോൾ 12:15 വേറെ ഫ്ലൈറ്റ് കയറിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. മൊത്തത്തിൽ ബുദ്ധാവയായി ഗൈസ് മൂഞ്ചി. സോ ഇനിയിപ്പോൾ 2 മണിക്കൂറോളം നമ്മൾ ഇവിടെ എയർപോർട്ടിൽ കുത്തിയിരിക്കണം ഗേറ്റിൽ. സോ അതിന് വേണ്ടി വേറെ ടെർമിനൽ ഇപ്പോൾ 3-ലാണ് നമ്മളുള്ളത്. ഇനി 2-ലേക്ക് പോയിട്ടുള്ള ആ ഗേറ്റിലേക്ക് പോകണം. സോ അതിന് വേണ്ടി സ്കൈ ട്രെയിൻ കയറാൻ വേണ്ടി നിൽക്കുകയാണ് ഗൈസ്. സോ ഗൈസ്, അങ്ങനെ സ്കൈ ട്രെയിൻ കയറി നമ്മൾ ഗേറ്റിൻ്റെ അവിടേക്ക് നടക്കുന്ന വഴിയിൽ വെള്ളം തയ്ച്ചപ്പോൾ അതേ നമ്മൾ വെള്ളം റീഫിൽ ചെയ്യാൻ വേണ്ടി ബോട്ടിലിങ് ജസ്റ്റ് വെച്ച് കൊടുത്താൽ അതേ അതിൽ വെള്ളം വീണ് കിട്ടും. അങ്ങനെ അതേ നമ്മൾ ഗേറ്റിൽ എത്തി കഴിഞ്ഞപ്പോൾ നമുക്കത് ഇങ്ങനെ ഒരു ഫുഡ് പാക്ക് തന്നിരിക്കുകയാണ്. സോ ക്രാൻബെറി ചിപ്സ്, വെള്ളം, പിന്നെ നമുക്ക് കിറ്റ്കാറ്റ്, പിന്നെ നമുക്ക് വേറെ ഏതൊരു ക്രഞ്ചി ആയിട്ടുള്ളൊരു കപ്പലണ്ടി മിഠായി പോലത്തെ എന്തോ സെറ്റപ്പ് 2 പീസായിട്ടുള്ളതൊന്നും തന്നിട്ടുണ്ടായിരുന്നു. സോ ഫ്ലൈറ്റ് ലേറ്റ് ആയതുകൊണ്ട് ഇതൊക്കെ കിട്ടി. സോ നമ്മൾ അടുത്ത ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. സോ അടുത്ത ഫ്ലൈറ്റിൽ കയറിയിട്ട് എല്ലാവരും സാധനങ്ങളൊക്കെ റെഡിയാക്കി വയ്ക്കുന്നു. സോ അത് അപ്പുറത്ത് വരുന്ന സിംഗപ്പൂർ എയർലൈൻസിന് എഴുതിയേക്കുന്ന പോലത്തെ ഒരു വലിയ ഫ്ലൈറ്റിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അങ്ങനെ നമുക്ക് സമയമായപ്പോൾ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. സോ നമുക്ക് ആപ്പിൾ ജ്യൂസും കേക്കും സംഭവങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മൾ ഒരു വഴിയായി കൊച്ചി എത്തിയിട്ടുണ്ട് ഗൈസ്. സോ ഇനി എന്തായാലും ലാൻഡ് ചെയ്ത ശേഷം കാണിച്ചു തരാം. അങ്ങനെ ഗൈസ്, നമ്മൾ ലാൻഡ് ചെയ്ത് ഇനിയിപ്പോൾ നമ്മൾ ഇമിഗ്രേഷൻ്റെ അവിടേക്ക് നടന്നു. ഇമിഗ്രേഷൻ കഴിഞ്ഞത് ഡ്യൂട്ടി ഫ്രീയുടെ അവിടെ അടിപൊളി ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പെട്ടെടുക്കുകയായിരുന്നു. നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ബാക്ക് ടു ഇന്ത്യ, ബാക്ക് ടു കേരള ആൻഡ് ബാക്ക് ടു അങ്കമാലി. സോ ഗൈസ്, നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 ദിവസം ഇവിടുത്തെ കാര്യങ്ങളായിരിക്കും. അതിന് ശേഷം നമുക്ക് കോളേജിൽ തിരിച്ച് പോകാനുണ്ട്. സോ അതായിരിക്കും കാര്യങ്ങൾ. അപ്പോൾ നാളെ അടിപൊളി വ്ളോഗായി വരുന്നത്. എല്ലാവർക്കും ബൈ.